നമ്മൾ തലശ്ശേരി കണ്ണൂരൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണീൻ്റെ കൂടെ അവിടുന്ന് ഒരു അച്ചാർ കിട്ടൂലേ, അതാണ് ഇത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ സൈഡിൽ ഈ അച്ചാർ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഇടണമെന്നേ. അതിന് നമുക്കൊരു വലിയ ബീറ്റ്റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ക്യാരറ്റ് വേണം, പിന്നെ ഒരു 5-6 ഡേറ്റ്സ് വേണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, അധികം തടുപ്പില്ലാതെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ചെടുക്കാൻ പാടില്ല, ഇതേപോലെ പീസാക്കി എടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അത് അധികം വാടിപ്പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. അതിലേക്ക് ഞാനൊരു കഷ്ണം ബീറ്റ്റൂട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും സോക്ക് ചെയ്തിട്ടുള്ള ഡേറ്റ്സും അരച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്താൽ ഈ അച്ചാർ റെഡി. പിന്നെ ഇത് എൻ്റെ രീതിയാണ്, പലരും പല രീതിയിൽ ഈ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്, എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ